കൂവപ്പൊടി ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ? നമ്മൾ ഈ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷീണത്തിനൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് കാണാത്തവരും കുറവായിരിക്കും. പക്ഷേ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. കൂവക്കിഴങ്ങ് കാണാത്ത ആളുകൾ പോലും ഉണ്ടാവും. ഇപ്പം എൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ചാക്കിൽ ഇഷ്ടം പോലെ കൂവകൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടാണ് കൂവക്കിഴങ്ങുകൾ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് കാണിക്കണം. അത് വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഇസ്മായിൽ വീട്ടിൽ വെച്ചിട്ട് മലനാട് എന്നുള്ള പേരിൽ അല്ലേ, മലനാട് എന്നുള്ളൊരു ബ്രാൻഡിൽ കൂവപ്പൊടി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നത്. കൂവ എന്ന് പറയുന്നത് പിന്നെ നീലക്കൂവ അല്ലേ, നീലക്കൂവ എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുത്താലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് പോലെ കട്ടിങ്ങിൻ്റെ പേടാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതാണ് നീലക്കൂവ. ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും, ഡാർക്ക് ബ്ലൂ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നീലക്കൂവകൾ വെച്ചിട്ട്, നീലക്കൂവയാണ് ഇതിൽ നല്ല ഡിമാൻഡുള്ള നല്ല പിന്നെ ഗുണങ്ങളുള്ള സാധനം തോന്നുന്നത്. നീലാണല്ലേ. വേറെ ഏതെല്ലാം കളറുകളാണ് ഇതിൽ വരുന്നത്? ഒന്ന് വരുന്ന മഞ്ഞക്കൂവ നമ്മൾ തീരെ ചെയ്യണില്ല. പിന്നെ വെള്ളക്കൂവ ഏകദേശം ഇതേ സൈസിൽ തന്നെ വരും. പിന്നെ ബിലാത്തി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് വരുന്നുണ്ട്. ബിലാത്തി എന്ന് വെച്ചാൽ പൊടി കൂടുതലായി കാരണം ഔഷധ ഗുണം വളരെ കമ്മിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് മണക്കുമ്പോൾ യുക്കാലിപ്സ് ആണോ എന്താണ്? യുക്കാലിപ്സ് ഒരു നല്ല മണമാണ്. സാധാരണ കൂവപ്പൊടിക്ക് മണം കിട്ടില്ലല്ലോ. എന്തായാലും നമ്മൾ കാര്യത്തേക്ക് കടക്കുക. എങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിലുള്ള പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഉള്ളത് മുസ്ലിയാരങ്ങാടി പിന്നെ ഇസ്മായിലിൻ്റെ വീട്ടിലാണ്. അപ്പോൾ കാണാം എങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഇത് ആദ്യം ചെയ്യാൻ പോകേണ്ടത് പിന്നെ കൂവ ഇങ്ങനെ തിരഞ്ഞെടുക്കുക ഒരു സോർട്ടിങ് എന്നുള്ളതാണ്. കൂവക്കിഴങ്ങാണ് കറക്റ്റ് നോക്കിയിട്ട് പിന്നെ നമ്മളല്ലാത്ത കാണുമ്പോൾ അങ്ങോട്ട് വലിച്ചിട്ട് കറക്റ്റ് കൂവ തിരഞ്ഞെടുക്കുക, അത് വാഷിങ്ങിന് കൊണ്ടുപോകുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ തിരഞ്ഞ് മാറ്റിയ കൂവ ഡ്രമ്മിൽ വെള്ളത്തിലിട്ടേക്കുക എന്നുള്ളതാണ്. ഇത് ഏകദേശം ഒരു 24 മണിക്കൂർ ചുരുങ്ങിയത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കും. അത് ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ടാണ് ജസ്റ്റ് ഇതിൻ്റെ ചളി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ബ്രഷ് കൊണ്ടൊന്നുകൊണ്ട് വരച്ചിക്കാണ്ട് ഇടും. പണ്ട് പിന്നെ ഇത് നമ്മൾ ചെയ്ത് വന്ന് തുടങ്ങിയ കാലത്തും പണ്ടുള്ളവർ ചെയ്തിരുന്നൊരു മെത്തേഡ് തൊല്ലി ഫുള്ള് കത്തിക്കൊണ്ട് ചെത്തി കളയാന്നുള്ളതായിരുന്നു. അങ്ങനെ ആകുമ്പോൾ പിന്നെ തീരെ ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എങ്കിലും കൂടിയിട്ട് ചളി പോകാനുള്ള മാക്സിമം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ ക്ലീനിങ്ങിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ മോട്ടർ ഉപയോഗിച്ചിട്ട് ഇതിലുള്ള മാക്സിമം ചളി പൂയി സാധനങ്ങളൊക്കെ കളയാന്നുള്ളതാണ്. ഈ ക്ലീനിങ്ങിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയിൽ വരെ ലാസ്റ്റ് പൂയി വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതിൻ്റെ ഒരു മെയിൻ ഘട്ടം എന്ന് പറയുന്നത് ഈ ക്ലീനിങ് പ്രോപ്പറായിരിക്കുക എന്നുള്ളതാണ്. പൊടി കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടാനുള്ള, പൊടി ശുദ്ധമായിരിക്കാനുള്ള ഒരു മാർഗ്ഗമുള്ളത്. ഇനി അടുത്തത് നമ്മളിത് പിന്നെ ഒന്നും കൂടി പെട്ടിക്ക് മാറ്റിയിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ ക്ലീനിങ് എന്നുള്ള ആൾക്ക് ഒന്നുകൂടി വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് മാത്രം ചെയ്യും. ഇതോടൊപ്പം നമ്മൾ ഈ കഴുകിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വരുന്നത് ഇതിലെ വേര് ഒക്കെ ചെത്തി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിൽ പിന്നെ തൊലി ചെത്തുന്നുണ്ടോ എന്ന് ആളുകൾ നമ്മൾ ചോദിക്കും. തൊലി പൂർണ്ണമായിട്ട് ചെത്തി പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ള ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് മാക്സിമം ചെത്തി ഒഴിവാക്കിയിട്ട് അതിൻ്റെ കൂടെ പോരുന്ന തൊലി പോരുക എന്നുള്ളത് മാത്രമാണുള്ളത്. പിന്നെ അത് പിന്നെ ചെത്തി കഴിഞ്ഞ സാധനം നമ്മളെടുത്തിട്ട് നമ്മളെ കട്ടിംഗ് ബോർഡും വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ചെത്തുക എന്നുള്ളതാണ്. അത് നമ്മളെ കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾ പറഞ്ഞ നീലക്കൂവ എന്നുള്ളത്. അങ്ങനെ ഈ ചെത്തുന്ന സമയത്താണ് നമുക്കിത് കൂവ ഉള്ളതും പിന്നെ വേറെന്താണോ പിന്നെ മാങ്ങഞ്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊക്കെ അറിയുന്നത് ഇത് ചെത്തുന്ന സമയത്താണ്. ഒന്ന് ഇതിൻ്റെ നിറം കൊണ്ട് പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്താണ് ഐറ്റം എന്നുള്ളത്. അതിൻ്റെ ബേസിലാണ് നമ്മളിത് തരം തിരിച്ചിട്ട് വെക്കുന്നത്. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതിൽ കസ്തൂരി മഞ്ഞൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കസ്തൂരി മഞ്ഞൾ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിപ്പോൾ ഒന്നേക്കണ്ടത് കസ്തൂരി മഞ്ഞളെന്നും പറയും, ചിലർ മഞ്ഞപ്പൂവ എന്നും പറയും. അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഇതാണ് നമ്മൾ പൊതുവെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു കിഴങ്ങാണുള്ളത്. അതുപോലെ പിന്നെ അതിൽ മാങ്ങഞ്ചി ഉണ്ടാവും. മാങ്ങഞ്ചിൻ്റെ ചെറുതുണ്ടാവും വലുതുണ്ടാവും. ഇതിപ്പോൾ നേരത്തെ വന്ന ആ ഒരു സ്മെല്ലിൽ നിന്ന് ഭയങ്കരമായ ഒരു മാറ്റം ഉണ്ടാവും. ഇത് ഒരു മാങ്ങഞ്ചിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ സമയത്തും ഫസ്റ്റ് ഈ ചാക്കുന്നതിന് ശരിയുന്ന സമയത്തുമാണ് ഇത് രണ്ടും തരം തിരിച്ചിട്ട് മാറ്റുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടം നമ്മളത് അരച്ചെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു മെഷീനുള്ള വെള്ളം ഇങ്ങനെ കൂട്ടിയിട്ട് അരക്കുന്നൊരു മെഷീനാണുള്ളത്. നമ്മൾ രണ്ട് രീതിയിൽ അരക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ ചെറിയൊരു മെഷീനിൽ അരക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മില്ലിൽ പോയിട്ട്
അവിടുന്നും പിന്നെ ഒന്നായിട്ട് കൂടുതൽ ചെയ്യുന്ന സമയത്ത് മില്ലിൽ പോയിട്ട് അങ്ങനെ അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മെഷീനാകുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം കൂട്ടി അരക്കുന്നതുകൊണ്ട് നല്ല പൊടി കിട്ടാൻ ഉള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളിത് അരച്ച കൂവ പിന്നെ അതിൻ്റെ വെള്ളത്തോടുള്ള മിക്സ് ചെയ്ത് വെള്ളത്തിൽ കഴുകിയിട്ട് അതിന് സ്ട്രാച്ചും ചണ്ടിയും വേർതിരിക്കുക എന്നുള്ള അടുത്തൊരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ചെയ്തു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രമ്മിൽ ഒരു ഹാഫ് ഡ്രമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ മോട്ടറിൻ്റെ ഒരു പൈപ്പ് ഇട്ടിട്ട് അതിൽ നമ്മൾ 2 നെറ്റ് വെച്ചിട്ട് പിന്നെ ഡബിൾ നെറ്റ് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള താഴേക്ക് പോകുന്ന വെള്ളത്തിലാണ് ഇപ്പോൾ നമ്മൾ കൂവപ്പൊടി ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം വലിയ നെറ്റ് വെച്ചാണ് അരച്ചത്, അതുകൊണ്ട് ഇത്ര വലിയ ചണ്ടി. ഇനി ഒരു ചെറിയ നെറ്റ് വെച്ചിട്ട് ഒന്നും കൂടി അരിക്കും. ഒറ്റ അരക്കൽ അരച്ച് ഒഴിവാക്കുന്നവരുണ്ട്. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പൊടി അതിന് പോരാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം അരച്ചിട്ടാണ് ഈ ചണ്ടി ഒഴിവാക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ അര കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ചണ്ടി വളരെ നൈസായി വലിയ അതൊക്കെ പോയി. മാത്രമല്ല വെള്ളം നല്ല തെളിയായും ചെയ്തു. ഇത് നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിലുള്ള ഏകദേശം പൊടി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നിടത്തോളം അതിൻ്റെ പൊടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കൂവൻ്റെ എന്തെങ്കിലും അവസാന പൊടി ഉണ്ടെങ്കിൽ അതും കൂടി അതിന് വെള്ളത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ഇതൊന്ന് ഈ നെറ്റിലിട്ട് കണ്ട് തന്നെ പിഴിയും. എന്നിട്ട് ഇതിലാവുന്ന വെള്ളം നമ്മൾ പമ്പ് ചെയ്തിട്ട് മറ്റ് ഡ്രമ്മുകളിലേക്ക് ഇങ്ങനെ ആക്കും. ഇപ്പോൾ നമ്മൾ നോർമലി ചെയ്യുക ഒരു 80 കിലോനാണ് ചെയ്യുക. ആ ഒരു 80 കിലോൻ്റെ ഇത് നമ്മളിങ്ങനെ കഴുകി ഊറ്റി വരുന്ന സമയത്ത് ഏകദേശം ഒരു 11ഓളം ഡ്രമ്മുക്കുള്ള വെള്ളം ആണ് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് ലാസ്റ്റ് അത് പിന്നെ ഈ സ്റ്റാർച്ച് കൂവപ്പൊടി മിക്സ് ആയിട്ടുള്ള വെള്ളം നമുക്ക് ഉണ്ടാവുക. ഇത് നമ്മൾ എന്താ വെച്ചാൽ പിന്നെ ഈ ഒരു നിറച്ച് വെക്കുന്നത് നമ്മൾ പിന്നെ ഒരു 7-9 വട്ടം മിനിമം അത് ഊറ്റണം. അല്ലെങ്കിൽ ഈ കൂവക്ക് നമ്മൾ തിരഞ്ഞെടുത്ത നീലക്കൂവായതുകൊണ്ട് നല്ല കട്ടുണ്ടാവും. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് ബേബി ഫുഡായിട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് രോഗികളൊക്കെ കഴിക്കുന്ന സമയത്ത് ഛർദി ഉണ്ടാവാനൊക്കെ വളരെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നീലക്കൂവ വളരെ കട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മണം വന്നല്ലോ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ അരക്കുന്ന ഈ സമയത്ത് ഇവിടെയൊക്കെ ആ മണം ഉണ്ടത്. അത് അപ്പോൾ കഴുകി ഊറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ആ കട്ട് കളയാന്നാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയാം. ഈ വെള്ളം ഇപ്പം നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഒഴിക്കും. മേലത്തെ വെള്ളം ഒഴിച്ചിട്ട് അടുത്ത വെള്ളം വീണ്ടും കിണർ വെള്ളം തന്നെ കലക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു കലക്കുന്നതും അരക്കുന്നതൊക്കെ ഫുള്ള് കിണർ വെള്ളത്തിലാണ് ചെയ്തെടുക്കുക. അത് നമ്മൾ കുഴൽ വെള്ളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പൊടിക്ക് നിറം കമ്മി അല്ലെങ്കിൽ പൊടി അടിയിൽ ഊറാതിരിക്കുക അങ്ങനത്തെ പല പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കിണർ വെള്ളത്തിലാണെങ്കിൽ അത് പൊടിക്ക് നിറവും അത്തരം സംഗതികളൊക്കെ പൊടി പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് നോക്കിയിട്ട് അത് ഓരോ ബാച്ചിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. വളരെ മൂത്ത കിഴങ്ങാണെങ്കിൽ ചിലപ്പോൾ അത് 11-12 വട്ടം കഴുകി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കട്ട് പോയിട്ട് അത് നമുക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോഴും ടേസ്റ്റ് ചെയ്യുമ്പോഴും അതിലെ പൊടിയിൽ ഉണ്ടോയെന്ന് മനസ്സിലാവും. അതിൻ്റെ ബേസിലാണ് നമ്മളത് കഴുകേണ്ട അല്ലെങ്കിൽ വെള്ളം മാറ്റി ചെയ്യേണ്ട ഒരു പ്രോസസ്സ് തീരുമാനിക്കേണ്ടത്. ഇതിപ്പോൾ ഏതായാലും ഒരു ചുരുങ്ങിയത് നമ്മളൊരു 9 വട്ടെങ്കിലും ഈ ഒരു കിഴങ്ങ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് അപ്പോൾ ഒരു റമ്മിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഒഴിവാക്കിയാൽ എത്രത്തോളം കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ഇത് ഒഴിവാക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഫസ്റ്റത്തെ ക്ലീനിങ് ആണ് നടക്കുന്നത്, അതായത് ഒഴിവാക്കൽ അല്ലേ. കണ്ടാലോ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ചളിയിൽ ഇങ്ങനെ ഒരു നമ്മൾ 2-3 വാഷിങ് കഴിഞ്ഞതാണെങ്കിലും ഒരു ഈ അതിൻ്റെ തൊലിൻ്റെയും കൂവൻ്റെയും ഒക്കെ കൂടി ഒരു നിറം ഇങ്ങനെ ഉണ്ടാവും. നമ്മളിങ്ങനെ കഴുകി ഊറ്റുന്നിടത്തോളം ഈ വെള്ളം ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ നോക്കിയാൽ താഴേക്ക് കൂവ ഇങ്ങനെ കാണും. അതുവരെ പിന്നെ അതിന്റെ ടേസ്റ്റും അതിന്റെ സ്മെല്ലും ഉണ്ടല്ലോ, സ്മെല്ല് പോകുന്നവരെ നമ്മളത് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം, ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോ ഫസ്റ്റ് കട്ട് ആയതുകൊണ്ടാണ് ഇത്ര ഈ കളർ മാറ്റം. ആയിക്കോട്ടെ ഒഴിവായി പോവില്ല. കൂവ അവിടെ അടിയിൽ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തെളിനീരിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു എത്തുന്ന സമയത്ത് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. ഏറ്റവും ഒരു ശ്രദ്ധ വേണ്ട ഒരു പ്രോസസ്സ് ഇതാണ്. അതായത് ഇതിൽ നിന്നാണ് ഈ ചളിയും കുവിയും നമ്മൾ വേർതിരിച്ചെടുക്കുന്നതും. അപ്പോൾ ഇതാണ് നമ്മൾ ആ വെള്ളത്തിൻ്റെ അടിയിലുള്ളത്. ഇതിൻ്റെ മേലെയും കുറച്ചൊരു ചളി ഉണ്ടാവും. അത് നമ്മൾ വെള്ളം പറഞ്ഞിങ്ങനെ മാറ്റിയെടുത്തിട്ട് ഈ ഒരു പോർഷന് നല്ല വൈറ്റ് നിറമുള്ള മാത്രം ഉണ്ടാവും. അത് വേറെ ഈ ചളിയുള്ളത് വേറെ ഇങ്ങനെ രണ്ടാക്കിയെടുക്കുക. ഇത്ര ഒരു ലെയർ ഒരു ഡ്രമ്മിൽ നമുക്ക് കിട്ടാനുണ്ടാവുള്ളൂ. ഇപ്പം ഇതാണിപ്പോൾ നമ്മളെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു 11 പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ബാച്ച് കഴുകി ഊറ്റി വെച്ചതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കേണ്ടത്. ഇതിലിപ്പോൾ ആ വെള്ളത്തിൻ്റെ വിഷയത്തിൽ താഴെ ഇങ്ങനെ വെള്ള കളറിൽ കൂവ കെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വൈറ്റ് പോർഷൻ വരുന്നത് അതാണ് കൂവപ്പൊടി. അതിൻ്റെ മേലെ വെള്ളം കെടുക്കുന്നുണ്ട്. ഇത്രയും തെളി പിന്നെ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ പോയാൽ നമ്മളത് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുള്ളത്. നമുക്കിത് ശരിക്കുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ കോരിയെടുക്കാൻ നോക്കണം. ഇതാണ് നമുക്കിതിൻ്റെ ഒരു ഫൈനലായിട്ട് കിട്ടിയ പറയാം. ഇനി ഇത് ഉണക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളൂ.
അതിലിപ്പോൾ നമുക്ക് ഈ കുവൈ കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നമുക്ക് നാട്ടിൻപുറത്തൊക്കെ നമ്മളത് എടുക്കുന്നുണ്ടെന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഈ പിന്നെ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ പാണക്കാട് പുഴ, കടലിൻ്റെ പുഴയാണ്. ആ ഭാഗത്തൊക്കെ പുഴവക്കനാണ് ഇത് കൂടുതലുണ്ടാവുക. അതായത് മണലുള്ള മണ്ണിലാണത് കൂടുതൽ കോക്കിഴങ്ങ് നല്ല രീതിയിൽ വളരുക. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ നമുക്ക് പിന്നെ കൊടുന്ന് തരുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മളൊരു ഫാമിലി ബിസിനസ് എന്നുള്ള ഫാമിലി പിന്നെ ജോലിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരോഗ്യശാലയ്ക്ക് പച്ചമരുന്ന് പിന്നെ മെഡിസിന് വേണ്ടി റോ മെറ്റീരിയൽസൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ പിന്നെ നമുക്ക് കുറേ ആദിവാസികൾ അല്ലെങ്കിൽ കുറേ ഈ മരുന്നുകൾ, നാടൻ മരുന്നുകൾ പറിമരുന്നുകൾ ശേഖരിക്കുന്ന ആളുകളായിട്ടും വല്ലിപ്പാൻ്റെ കാലം മുതലുള്ള ബന്ധങ്ങളുണ്ട് ആളുകളായിട്ടും. അത് വെച്ചിട്ട് കുറേ ആളുകൾ നമുക്ക് എത്തിച്ചേരുന്നുണ്ട്. എങ്ങനെയായാലും ഇപ്പോൾ കൂവൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് കറക്റ്റ് നീലക്കൂവ കിട്ടുക എന്നുള്ളത് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക്കാണത്. ഇപ്പോൾ ഇസ്മായിലെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, ഇത് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഈ കാണുന്ന ആളുകളിൽ ആരെങ്കിലുമൊക്കെ കൂവ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, കൂവൊക്കെ ഉണ്ടെങ്കിൽ അല്ല ഇസ്മായിൽ എടുത്തൂടെ? അത് നിങ്ങൾക്കൊരു സാധ്യതയും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നിങ്ങളുടെ അടുത്ത് കൂവ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പെടാൻ ആളുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇസ്മായിലായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇതിങ്ങനെ വെള്ളം ഒഴിവാക്കി അതിങ്ങനെ വെയിലത്തിട്ട് ഉണക്കുക എന്നുള്ളൊരു ഇതിപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് പിന്നെ ഉണക്കാനിട്ടാണ്. പിന്നെ അത് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് വരുന്നുണ്ട്. അത് നമ്മൾ വേറെ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് കാണുന്ന സമയത്ത് പ്യുവർ വൈറ്റൊക്കെ ആയിട്ട് തോന്നിയാലും അതിനെ അപേക്ഷിച്ച് രണ്ടും ഒപ്പം പിടിച്ച് നോക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഒരു തടത്തൊക്കെ ഒഴിച്ച് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ ശേഷം നമ്മളത് പൊടി ബാക്കിയുള്ള സംഗതികൾ ഇല അതൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളത് പായിട്ട് മൂടും. എന്നിട്ട് ഈ ഒരു വെയിലിൽ നമ്മൾ ഏകദേശം ഒരാഴ്ച എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണങ്ങാൻ വെക്കും. അത് എന്നാലും നമുക്കത് വെള്ളം പറ്റ പോയി കഴിഞ്ഞാൽ 3, 4, 5 വർഷമൊക്കെ ഇത് ലൈഫ് കിട്ടുള്ളൂ സാധനം. അതായത് ശരിക്കും നമ്മൾ പറയാം കൂവപ്പൊടിക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നാണ് പറയാം. അത്രയും ലൈഫ് നിൽക്കുന്ന ഒരു ഐറ്റമാണത് കൂവപ്പൊടി, കേടൊന്നുമില്ല. അത് പിന്നെ ലാസ്റ്റിങ് കിട്ടുന്നത് നമ്മൾ ഈ ഉണക്കത്തിന് അപേക്ഷിച്ചാണ് അത് കിട്ടുക. നന്നായിട്ട് ഉണങ്ങണം. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം വെയിലത്തിട്ട് നമ്മൾ പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അങ്ങനെ 7 ദിവസം വെയിലത്ത് കിടന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള കൂവൻ്റെ ക്രിസ്റ്റലുകളാണത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പാക്കിംഗ് യൂണിറ്റിലാണ് ഉള്ളത്. കണ്ടില്ല, നല്ല പ്യുവർ വൈറ്റിലുള്ള ഫസ്റ്റ് ക്വാളിറ്റി കൂവ. അവിടെ പാക്കിങ് നടക്കുന്നുണ്ട്. പാക്കിംഗ് ഇതാ ഇവിടെ ഫസ്റ്റ് അതിൻ്റെ ഒരു ബോട്ടിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൂക്കം കൃത്യമായിട്ട് തൂക്കം കണക്കാക്കുന്നു. അതിനുശേഷം അത് സീൽ ചെയ്യാണ്. സീലർ വെച്ചിട്ട് അത് സീൽ ചെയ്ത് തൊട്ടുപുറത്ത് അത് സ്റ്റിക്കർ ചെയ്ത് ലാബിൽ ചെയ്ത് ഇതാ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന രീതിയിൽ നാടൻ കുവ ഇവിടെ ഷോപ്പിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. ഇനിയിപ്പോൾ അറിയേണ്ടത് ഇത് എവിടുന്നാ കിട്ടുക എന്നുള്ളതായിരിക്കും അല്ലേ. ഈ നാടൻ കുവ ഒറിജിനൽ ഒരു മായം ചേരാത്ത ഈ കുവ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കോട്ടക്കൽ മലനാടിൽ വന്നാൽ മതി. മലനാട് എന്ന് പറഞ്ഞാൽ കോട്ടക്കൽ ആയുർവേദശാല റോട്ടിലാണ്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുന്നിലൊരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ പേരെന്തായിരുന്നു? GM UP സ്കൂളിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ മലനാട് എന്നുള്ള ഷോപ്പുള്ളത് കേട്ടോ. ഇതിപ്പോൾ 250ൻ്റെ ഒരു കൂവൻ്റെ ക്രിസ്റ്റൽ ബോട്ടിലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ ശരിക്കും എത്ര കിലോ നമ്മൾ കൂവ എടുത്തിട്ടുണ്ടാവും? കാരണം നമ്മൾ കണ്ടുല്ലോ ഒരു വലിയൊരു റമ്മിൽ ഒന്നായിട്ട് ഒഴിക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് എത്ര കൂവ ഉപയോഗിച്ചിട്ടുണ്ടാവും? ഒരു 5 കിലോനാണ് നമുക്കൊരു 1/4 കിലോൻ്റെ ബോട്ടിലേക്ക് മാറി വരുന്നത്. 5 കിലോ കൂവ ആ ചെയ്ത പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ ഇത്രയും കൂവപ്പൊടി നമുക്ക് ഉപയോഗിക്കാൻ തിന്നാൻ പറ്റുന്ന രീതിയിൽ, കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രയാണ് വരിക അല്ലേ. വേറെ ഒരുപാട് പ്രൊഡക്റ്റുകൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റി. നാടൻ ഇതുപോലെ നിങ്ങൾ തന്നെ ചെയ്യുന്ന കുറെ സാധനങ്ങൾ അല്ലേ. ഇതില് പിന്നെ ഷെൽഫിൽ ഇങ്ങനെ വന്ന് ഭംഗിയായിട്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പുറകിൽ കുറെ ആളുകളെ നമ്മളിത് കൃഷി ചെയ്യുന്ന ആളുകളെ പിന്നെ പ്രോസസ് ചെയ്യുന്ന ചേച്ചിമാര് അങ്ങനെ എല്ലാവരും ഒരു ശ്രമഫലമായിട്ടാണ് നമുക്കിതൊരു ബോട്ടിലിലെ ഭംഗിയായിട്ട് ഇവിടെ എത്തുന്നത്. സ്ക്രീനിൽ കണ്ട വീഡിയോസിൽ കണ്ട ആളുകളും കാണാത്ത ആളുകളായിട്ട് ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ഒരു ബോട്ടിലായി വരുമ്പോൾ. അതന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കൂവപ്പൊടി കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് മാറുമ്പോൾ തന്നെ ഏകദേശം 1 മാസത്തെ പ്രോസസ് അവിടെ വരുന്നുണ്ട്. എന്നാലും അത് നമുക്ക് എത്ര റേറ്റ് വരുന്നുണ്ട് ഇത് കിലോന്? ഇത്രയും വലിയ പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കിലോന് എത്ര റേറ്റ് വരും? നമ്മൾ കൊടുക്കുന്ന കിലോ ഒരു 1100 രൂപ എന്നുള്ള 1100 രൂപ എന്നുള്ളതാണ് കിലോക്ക് റേറ്റ്. റേറ്റ് വേറെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇവിടെ ഇങ്ങനെയുള്ള കുറെ സംഗതികളാണ്. കുന്നക്കായ പൊടി അല്ലേ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്.
ഇങ്ങനെയുള്ള നാടൻ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. വേറെ എന്താ എടുത്ത് പറയാനുള്ളത്? നവരപ്പൊടി കസ്റ്റമറായിട്ട് നമുക്ക് നല്ല റിവ്യൂ ഉള്ള ബേബി ഫുഡ് നമ്മള് തുടക്കം മുതലേ ഒരു 11 വർഷമായിട്ട് നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. പിന്നെ അതിന്റെ കറക്റ്റ് പരമ്പരാഗത രീതിയിൽ നല്ല ഏറ്റവും മുന്തിയ സാധനം എടുത്തിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു നാടൻ കുവ ഉണ്ടാക്കുന്നതും അത് കിട്ടുന്ന സ്ഥലവുമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇൻഷാ അല്ലാ നമുക്ക് മറ്റുള്ള പ്രൊഡക്റ്റുകളും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം ആളുകൾക്ക്, എങ്ങനെയാണ് നിങ്ങളത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. മറ്റുള്ള നാടൻ പൊടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല എന്താ പറയുക മായം ചേരാത്ത സാധനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന, കാരണം നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ എല്ലാത്തിൻ്റെയും ഫേക്ക് സാധനങ്ങൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒറിജിനൽ നാടൻ സാധനങ്ങൾ കിട്ടാൻ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ കുവൻ്റെ കാണിച്ചു. ഇനി ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്തായാലും ഇപ്പോൾ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, കോട്ടക്കൽ ആയുർവേദശാല റോഡിൽ GMUP സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് മലനാടുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മളെ ചാനൽ ഫോളോ ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.